Welcome all. Now we are going to discuss chapter 2, trees and connectivity, the second module. In this we have section 2.1, some definitions and simple properties. ഓക്കെ, അപ്പോൾ അതിലാദ്യം നമുക്ക് അസൈക്ലിക് ഗ്രാഫിൻ്റെ ഡെഫിനിഷനാണ് വരുന്നത്. ഒരു ഗ്രാഫ് ജി അസൈക്ലിക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ സൈക്കിൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എക്സാമ്പിൾ G1 സൈക്കിൾസ് ഒന്നും കാണുന്നില്ല, സോ അത് അസൈക്ലിക് ആയിട്ടുള്ള ഗ്രാഫാണ്. എക്സാമ്പിൾ G2 നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈക്കിൾ 3 എഡ്ജസ് ഉള്ള 3 വെർട്ടെക്സ് ഉള്ള ഒരു സൈക്കിൾ 1 to 4 അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ G2 ഈസ് എൻ എക്സാമ്പിൾ ഫോർ നോട്ട് അസൈക്ലിക് ഗ്രാഫ്. ഓക്കെ, ഇനി അസൈക്ലിക് ഗ്രാഫിനെ നമ്മൾ ഫോറസ്റ്റ് എന്നും പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫോറസ്റ്റിനെ നമ്മൾ അസൈക്ലിക് ഗ്രാഫ്സ് എന്നുള്ളൊരു നൊട്ടേഷനും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അസൈക്ലിക് ഗ്രാഫ്, അല്ലെങ്കിൽ അസൈക്ലിക് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്. ഓക്കെ, ഇനി ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഡെഫിനിഷൻ വരുന്നത്. ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈക്ലിക്കും ആയിരിക്കണം, കണക്റ്റഡും ആയിരിക്കണം. അതിനാണ് ട്രീസ് എന്ന് പറയുന്നത്. ഒരു ഗ്രാഫ് ജി ട്രീ ആവണമെന്നുണ്ടെങ്കിൽ കണക്റ്റഡ് ആൻഡ് അസൈക്ലിക് ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾസ് ഞാനൊരു G3, G4, G5 മൂന്നെണ്ണം വരച്ചിട്ടുണ്ട്. അതിൽ G3 ട്രീ ആണ്, അത് കണക്റ്റഡ് ആണ്, സൈക്കിളൊന്നുമില്ല, അസൈക്ലിക് ആണ്. G4ഉം കണക്റ്റഡ് ആണ്, അസൈക്ലിക് ആണ്. G5ഉം കണക്റ്റഡ് ആണ്, അസൈക്ലിക് ആണ്. സോ ഈ മൂന്നെണ്ണവും ട്രീസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, പക്ഷേ നമ്മൾ നേരത്തെ കണ്ട G1ഉം G2ഉം ട്രീസ് അല്ല. കാരണം G1 എന്ന് പറയുന്ന ഗ്രാഫ് കണക്റ്റഡ് അല്ലായിരുന്നു. 2ഉം 3ഉം തമ്മിൽ ഒരു പാത്തില്ല, സോ ഇത് കണക്റ്റഡ് അല്ല. അപ്പോൾ G1 കണക്റ്റഡ് അല്ല, അതുകൊണ്ട് അതൊരു ട്രീ അല്ല. ആൻഡ് G2 ഇവിടെ സൈക്കിൾ പ്രസൻ്റ് ആയതുകൊണ്ട് അസൈക്ലിക് അല്ല, സോ G2ഉം ട്രീ അല്ല. ഓക്കെ, അപ്പോൾ G1ഉം G2ഉം ട്രീസിന് എക്സാമ്പിൾസ് അല്ല. പക്ഷേ G1 അല്ല, G3, G4, G5 ട്രീസിൻ്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പോൾ ട്രീ എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആൻഡ് അസൈക്ലിക്, ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അസൈക്ലിക് ഓൺലി. ഇനി 2 ഹോംവർക്ക്സ് ഉണ്ട്. ഫസ്റ്റ് ഹോംവർക്ക്, ഡ്രോ ഓൾ ട്രീസ് വിത്ത് അറ്റ്മോസ്റ്റ് 5 വെർട്ടിസസ്. 5 വെർട്ടെക്സിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന എല്ലാ ട്രീസും വരയ്ക്കുക. പക്ഷെ വരയ്ക്കുമ്പോൾ നോൺ ഐസോമോർഫിക് ആയിട്ട് വരയ്ക്കണം. ഒരെണ്ണം മറ്റൊരെണ്ണം ഐസോമോർഫിക് ആവാതെ വരയ്ക്കണം. അടുത്ത ഹോംവർക്ക് എന്ന് പറയുന്നത് 6 വെർട്ടെക്സിലുള്ള എല്ലാ ട്രീസും നോൺ ഐസോമോർഫിക് ആയിട്ടുള്ളത് വരയ്ക്കുക. ഫസ്റ്റ് ഹോംവർക്കിൽ അറ്റ്മോസ്റ്റ് 5 വെർട്ടിസസ് ആണ്. അപ്പോൾ 1 വെർട്ടെക്സ് ഉള്ളത് വരയ്ക്കണം, 2 വെർട്ടെക്സ് ഉള്ളത് വരയ്ക്കണം, 3 വെർട്ടെക്സ്, 4 വെർട്ടെക്സ് ആൻഡ് 5 വെർട്ടെക്സ് ഉള്ളതും അവിടെ വരയ്ക്കണം. 6 വെർട്ടെക്സിൻ്റെ ആണ് രണ്ടാമത്തെ ഹോംവർക്കായിട്ട് തന്നിട്ടുള്ളത് കേട്ടോ. ആൻഡ് ദെൻ ലീവ്സ്. അപ്പോൾ ട്രീസ് നമുക്ക് ഡിഫൈൻ ചെയ്തു. ഇനി ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടെക്സിൻ്റെ ഡിഗ്രി 1 ആയിട്ട് നിൽക്കുന്ന വെർട്ടിസസിനെയാണ് ലീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ട്രീയുടെ ഏറ്റവും അറ്റത്തല്ലേ ലീവ്സ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ നമ്മുടെ ട്രീ എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രി 1 ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ലീവ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇപ്പം നേരത്തെ കണ്ടതിൽ ഇവിടെ G3 ഒന്ന് നോക്കാം. G3 1 ലീഫാണ്, 2 ലീഫാണ്, 4 ലീഫാണ്. G4 എയും സിയും ഡിയും ലീഫാണ്. G5 യു ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ലീഫാണ്. ഓക്കെ, അപ്പോൾ ട്രീസിന് എന്തായാലും ലീവ്സൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ തിയറംസ് വരുന്നുണ്ട്. ആൻഡ് ദെൻ ഒരു എക്സാമ്പിൾ G6 എന്ന് പറയുന്നൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ഫോറസ്റ്റും ട്രീസും തമ്മിലുള്ള ബന്ധം പറയാൻ പോകുന്നത് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ G6 എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫല്ല, ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ പക്ഷേ സൈക്കിൾ അവിടെ പ്രസൻ്റ് അല്ല. അപ്പോൾ G6 എന്ന് പറയുന്നത് അസൈക്ലിക് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. എന്ന് പറഞ്ഞാൽ G6 ഒരു ഫോറസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ G6 അസൈക്ലിക് ആണ്, ഡിസ്കണക്റ്റഡ് ആണ്. G6ന് 4 കമ്പണൻസ് ഉണ്ട്. അവർ 4ഉം കണക്റ്റഡ് ആണ്, അസൈക്ലിക് ആണ് അല്ലേ. ഇപ്പോൾ കണക്റ്റഡും അസൈക്ലിക്കും ആയിക്കഴിഞ്ഞാൽ അതെന്താവും? ട്രീ ആവും. എന്ന് പറഞ്ഞാൽ G6നുള്ള ഈ 4 കമ്പണൻസും ട്രീസാണ്. അപ്പോൾ നോക്കൂ, G6 മൊത്തത്തിലൊരു ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിലുള്ളത് 4 ട്രീസാണ്. അതായത് ആ 4 കമ്പണൻസ് ഓട്ടോമാറ്റിക്കലി ട്രീസ് ആയിട്ട് മാറി. ദാറ്റ് മീൻസ് ഒരു ഫോറസ്റ്റിൽ നിങ്ങൾക്ക് അറിയാലോ, ബൈ ദ വേർഡ് മീനിങ് ഫോറസ്റ്റിൽ എന്താ ഉണ്ടാകുന്നത്? ട്രീസ് തന്നെ അല്ലേ. ഇപ്പോൾ ട്രീസിൻ്റെ കളക്ഷൻ ആണല്ലോ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതേ മീനിങ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ട്രീ എന്ന് പറയുമ്പോൾ കണക്റ്റഡ് ആൻഡ് അസൈക്ലിക്, അങ്ങനെയുള്ള കുറേ പേര് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ കണക്റ്റഡ്നെസ് പോയിട്ടുണ്ടാവും, അസൈക്ലിക് മാത്രം നിൽക്കും. ഓക്കെ, അപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ കമ്പണൻസ് എന്ന് പറയുന്നത് ട്രീസ് ആണ്. അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ ഇട്ടേക്കുന്നത് തന്നെ കേട്ടോ. ആൻഡ് ദെൻ ദ ഫസ്റ്റ് തിയറം 2.1. അതിൽ പറയുന്നത് 2 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് പറയുന്നത് ലെറ്റ് യു ആൻഡ് വി ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് ഓഫ് എ ട്രീ ടി. സാധാരണ ട്രീസ് നമ്മളെപ്പോഴും ക്യാപിറ്റൽ ടി കൊണ്ടാണ് നൊട്ടേഷൻ കൊടുക്കാറ് കേട്ടോ ഗ്രാഫിന്. ദെൻ ദർ ഈസ് പ്രിസൈസ്ലി 1 പാത്ത് ഫ്രം യു ടു വി. അതായത് ഒരു ട്രീയിലെ
ഏത് രണ്ട് വെർട്ടെക്സുകൾ എടുത്താലും അവർ തമ്മിൽ എക്സാക്ട്ലി ഒരു പാത്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ആൻഡ് ദെൻ രണ്ടാമത്തത് ജി ബി എ ഗ്രാഫ് വിത്തൗട്ട് എനി ലൂപ്സ് if for every pair of distinct vertices u and v of g there is precisely one path from u to v, then g is a tree. അതായത് ഒരു ഗ്രാഫ് ജി ലൂപ്പുകളൊന്നും ഇല്ലാത്തൊരു ഗ്രാഫാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിലത്തെ ഏത് രണ്ട് വെർട്ടെക്സുകൾ എടുത്തു കഴിഞ്ഞാലും അവർ തമ്മിൽ എക്സാക്ട്ലി ഒരു പാത്തേ ഉള്ളൂ എങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു ട്രീ ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രൂഫ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദെൻ തിയറം 2.2 അതിൽ പറയുന്നത് T be a tree with at least two vertices and let capital P equal to u0, u1, etc. un be a longest path in T, then both u0 and un have degree 1. That is d of u0 equal to 1 equal to d of un. That is u0 and un are leaves. Okay, അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ ഒരു ട്രീയിൽ നിങ്ങളൊരു ലോങ്ങസ്റ്റ് പാത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാത്ത്, ലോങ്ങസ്റ്റ് പാത്ത് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്തിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും നിൽക്കുന്ന ആൾക്കാർ ലീവ്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1 ഉള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ അതിൻ്റെ കൊറോളറിയാണ് 2.3. അത് പറയണത് എനി ട്രീ ടി വിത്ത് അറ്റ്ലീസ്റ്റ് 2 vertices ഹാസ് മോർ ദാൻ 1 vertex ഓഫ് ഡിഗ്രി 1, ദാറ്റ് ഈസ് മോർ ദാൻ 1 ലീവ്സ്. ഏതൊരു ട്രീ എടുത്തു കഴിഞ്ഞാലും വിത്ത് അറ്റ്ലീസ്റ്റ് 2 vertices ഏതൊരു ട്രീ എടുത്തു കഴിഞ്ഞാലും അതിൽ മോർ ദാൻ 1 ലീവ്സ് എപ്പോഴും പ്രസൻ്റ് ആയിരിക്കും. ഒരു ലീഫ് എന്തായാലും ഉണ്ടായിരിക്കും, ഒന്നിൽ കൂടുതൽ ലീവ്സ് എന്തായാലും ഏതൊരു ട്രീയിലും പ്രസൻ്റ് ആയിരിക്കും എന്നാണ് പറയണത്. ഓക്കെ, ആൻഡ് ദെൻ തിയറം 2.4 if T is a tree with n vertices then it has precisely n minus 1 edges. Very important theorem 2.4. that is ഒരു ട്രീ T n vertices ഉള്ള ഒരു ട്രീ ആണെന്നുണ്ടെങ്കിൽ അതിൽ എക്സാക്ട്ലി n-1 എഡ്ജസ് പ്രസൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. 4 വെർട്ടെക്സിൽ നിങ്ങളൊരു ട്രീ വരച്ചു കഴിഞ്ഞാൽ അതിൽ 3 എഡ്ജസാണ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, പ്രിസൈസ്ലി ആണ്, എക്സാക്ട്ലി ആണ്. ആൻഡ് ദെൻ തിയറം 2.5 അതിൽ പറയുന്നത് ജി എന്ന് പറയുന്നത് ഒരു അസൈക്ലിക് ഗ്രാഫ് വിത്ത് n വെർട്ടിസസ് ആൻഡ് k കണക്റ്റഡ് കമ്പണൻസ്. അപ്പോൾ അസൈക്ലിക് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ആണ്. n വെർട്ടെക്സ് ആണുള്ളത്, കമ്പണൻസിൻ്റെ എണ്ണം k ആണ്. That is w omega of g is equal to k. Then g has n minus k edges. അങ്ങനെയാണെങ്കിൽ ജിക്ക് എത്ര എഡ്ജസ് ആണ് കാണാൻ പറ്റുക? n-k എഡ്ജസ് ആണ് കാണാൻ പറ്റുക. ഇതും നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രൂഫൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇതിൽ എക്സാമ്പിൾസിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊരു n വെർട്ടെക്സ് എന്ന് പറയുന്നപ്പോൾ എത്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പറിൽ നിങ്ങളൊരു അസൈക്ലിക് ആയിട്ടുള്ള ഒരു ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫിൽ കണക്റ്റഡ് ആണോ നിർബന്ധമൊന്നുമില്ല, കമ്പണൻസ് ഉണ്ടായിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എഡ്ജസ് കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ n-k എഡ്ജസ് പ്രസൻ്റ് ആയിട്ട് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 2.1 സെക്ഷനിൽ പറയാനുള്ളത്. ഇനി ഇതിൽ പ്രൂഫുകൾ മാത്രമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ആൻഡ് ദെൻ സെക്ഷൻ 2.2ലേക്ക് പോവാണ്. ദാറ്റ് ഈസ് ബ്രിഡ്ജസ്. ഓക്കെ, അപ്പോൾ ബ്രിഡ്ജ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് ബ്രിഡ്ജ്. ബൈ വേർഡ് മീനിങ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കുള്ളൊരു കണക്ഷൻ, അല്ലേ, യാത്ര ചെയ്യാനുള്ളൊരു കണക്ഷൻ. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബ്രിഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡ്ജാണ് ബ്രിഡ്ജായിട്ട് വരുന്നത്. എഡ്ജിനെയാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. എഡ്ജിനെ ബ്രിഡ്ജ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ എഡ്ജ് ആ ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള കമ്പണൻസിനേക്കാളും 1 കൂടും, മിനിമം ഒന്നെങ്കിലും കൂടും. ഓക്കെ, ഡെഫിനേഷൻ ഒന്ന് നോക്കാം. എൻ എഡ്ജ് ഇ ഓഫ് എ ഗ്രാഫ് ജി ഈസ് കോൾഡ് എ ബ്രിഡ്ജ്. ബ്രിഡ്ജിന് പറയുന്ന വേറൊരു പേരാണ് കട്ട് എഡ്ജ്. ഓക്കെ, അതാണ് മെയിനായിട്ട് യൂസ് ചെയ്യാറ്. പിന്നെ ഒരെണ്ണം കൂടെ അവിടെ പറയുന്നുണ്ട് ഇസ്തമസ് എന്ന് പറഞ്ഞിട്ട്, അതധികം യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷേ കട്ട് എഡ്ജ് എന്നുള്ളത് ഫെമിലിയർ ആണ് കേട്ടോ. അപ്പോൾ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് an edge E is called a bridge or a cut edge if the subgraph G minus E has more connected components than G has. അതായത് ജിക്ക് എത്ര കമ്പണൻസ് ഉണ്ടോ അതിനേക്കാളും മിനിമം ഒന്നെങ്കിലും കൂടണം ഇ എന്ന് പറയുന്ന എഡ്ജിനെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ. നമുക്കറിയാം എഡ്ജിനെ റിമൂവ് ചെയ്യുമ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള വെർട്ടെക്സുകളൊന്നും പോകത്തില്ല, ആ എഡ്ജ് മാത്രമേ പോകത്തുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ദാറ്റ് ഈസ് വേറൊരു തരത്തിലും കൂടെ ബ്രിഡ്ജിനെ പറയാം. ദാറ്റ് ഈസ് എ ബ്രിഡ്ജ് ഈസ് ആൻ എഡ്ജ് ഹൂസ് ഡിലീഷൻ ഇൻക്രീസസ് ദ നമ്പർ ഓഫ് കമ്പണൻസ് ഓഫ് ജി. ഓക്കെ, ജിയിലുള്ള കമ്പണൻസിനേക്കാൾ ഒന്നെങ്കിലും കൂടണം എഡ്ജ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ. എക്സാമ്പിളിൽ ഫസ്റ്റ് G7 എന്ന് പറയുന്നൊരു ഗ്രാഫ്, അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ E1 എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജായിട്ട് കാണാം, ശരിയല്ലേ. E1 എന്ന് പറയുന്ന എഡ്ജിനെ നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ E1ൻ്റെ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന വെർട്ടെക്സ് ഒരു കമ്പണൻ്റായിട്ട് മാറും, ബാക്കിയുള്ള ഒരു 3 കൂടെ ചേർന്ന് വേറൊരു കമ്പണൻ്റായി മാറും. വേറെ ഒരു എഡ്ജും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിന്
ഇതുപോലൊരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. സോ G7 ആകെ കൂടെ ഒരു കട്ട് എഡ്ജേ ഉള്ളൂ, അത് E1 ആണ്, അല്ലെങ്കിൽ ബ്രിഡ്ജ്. ഓക്കെ, ഇനി G8 എന്ന് പറയുന്ന ഗ്രാഫിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏത് എഡ്ജ് റിമൂവ് ചെയ്താലും ഗ്രാഫിൽ കമ്പണൻസിൻ്റെ എണ്ണം കൂടില്ല. ഏത് എഡ്ജ് റിമൂവ് ചെയ്താലും ഒരേ ഒരു കമ്പണൻറ്റ് മാത്രമേ അവിടെ ഉള്ളൂ. സോ ദർ ഈസ് നോ ബ്രിഡ്ജസ്, അല്ലെങ്കിൽ ദർ ഈസ് നോ കട്ട് എഡ്ജസ്. ഓക്കെ, ആൻഡ് ദെൻ G9 എന്ന് പറയുന്ന ഗ്രാഫിൽ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 3 3 6 7 എഡ്ജസ് പ്രസൻ്റ് ആണ്. ആ എഡ്ജസിൽ E1 കട്ട് എഡ്ജ് അല്ല. നിങ്ങൾക്ക് ഓരോന്നും ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. E1 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പണൻസിൻ്റെ എണ്ണം കൂടില്ല. E2നും കുഴപ്പമില്ല, E3ക്കും കുഴപ്പമില്ല. പക്ഷേ E4 എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലെഫ്റ്റിലൊരു ട്രയാങ്കിളാണ്, റൈറ്റിലും ഒരു ട്രയാങ്കിളാണ്. ഇവർ തമ്മിലുള്ള കണക്ഷനാണ് E4 എന്ന് പറയുന്ന ഒരു എഡ്ജ്, അല്ലേ? അപ്പോൾ ആ E4 എന്ന് പറയുന്ന എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾസും തനിയായിട്ട് നിൽക്കും. ദാറ്റ് മീൻസ് അവർ രണ്ട് കമ്പണൻസ് ആയിട്ട് മാറും. ഓക്കെ, സോ E4 എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജാണ് ഇവർ തമ്മിലുള്ളത്, അല്ലെങ്കിൽ ഒരു കട്ട് എഡ്ജാണ്. അവരുടെ E4 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിലവിൽ ഒരു കമ്പണൻ്റ് ആണ്, E4 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ട് കമ്പണൻസ് ആയിട്ട് മാറും. സോ E4 ഒരു കട്ട് എഡ്ജാണ്. ആൻഡ് E5 E7 E6 അവരൊന്നും കട്ട് എഡ്ജ് അല്ല. അപ്പോൾ ആ കൂടെ ഇവിടെയും ഒരു കട്ട് എഡ്ജേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു ഗ്രാഫിൽ ഒരു കട്ട് എഡ്ജ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നുള്ളത്. അതല്ല, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് G10 ഒരു പാത്താണ്, 4 വെർട്ടെക്സിലുള്ള ഒരു പാത്ത്. ആ പാത്തിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ എഡ്ജും കട്ട് എഡ്ജാണ്, രണ്ടാമത്തെ എഡ്ജും കട്ട് എഡ്ജാണ്, മൂന്നാമത്തെ എഡ്ജും കട്ട് എഡ്ജാണ്. എന്ന് പറഞ്ഞാൽ ഒരു പാത്തിൽ എല്ലാ എഡ്ജസും കട്ട് എഡ്ജസ് ആണ്, അല്ലെങ്കിൽ എല്ലാ എഡ്ജസും ബ്രിഡ്ജസ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ബ്രിഡ്ജസും പോസിബിൾ ആണ്. ആൻഡ് ദെൻ G11 എന്ന് പറയുന്ന ഗ്രാഫിൽ 3 കമ്പണൻസുള്ള ഗ്രാഫായിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഏത് എഡ്ജ് റിമൂവ് ചെയ്താലും 3ൽ കൂടുതൽ കമ്പണൻസിലേക്ക് അത് മാറത്തില്ല. സോ ഇവിടെയും എന്തില്ല, കട്ട് എഡ്ജസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ബ്രിഡ്ജസ് ഒന്നും ഇല്ല. ആൻഡ് ദെൻ തിയറം 2.6 അതിൽ പറയുന്നത് E be an edge of the graph G, let G minus E be the subgraph obtained by deleting E, then W of G is less than or equal to W of G minus E is less than or equal to W of G plus 1. അതായത് കമ്പണൻസിൻ്റെ എണ്ണത്തിനെ കുറിച്ചുള്ള ഒരു റിലേഷനാണ് പറയുന്നത്. E എന്ന് പറയുന്നത് കട്ട് എഡ്ജ് ആണെങ്കിൽ E എന്ന് പറയുന്നത് ഒരു എഡ്ജാണ് ഗ്രാഫിൻ്റെ. G മൈനസ് E എന്ന് പറയുന്നത് ഈനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ള ഗ്രാഫാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ G മൈനസ് ഇയുടെ കമ്പണൻസിൻ്റെ എണ്ണവും ജിയുടെ കമ്പണൻസിൻ്റെ എണ്ണവും തമ്മിലുള്ള റിലേഷനാണ് W of G is less than or equal to W of G minus E, that is less than or equal to W of G plus 1. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ഒമിറ്റഡാണെന്ന് തോന്നുന്നു. ആൻഡ് ദെൻ ഒരു ഹോംവർക്കാണ്. ഡ്രോ എ ഗ്രാഫ് വിത്ത് എക്സാക്ട്ലി 2 bridges, എക്സാക്ട്ലി 3 bridges ആൻഡ് നോ ബ്രിഡ്ജസ്. ഓക്കെ, ഇത് 3 ഗ്രാഫായിട്ട് തന്നെ കാണിക്കാം. എല്ലാം കൂടെ ഒറ്റ ഗ്രാഫിലല്ല, 3 ഗ്രാഫായിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ. ആൻഡ് തിയറം 2.7, 2.8, 2.9 ആൻഡ് കൊറോളറി 2.10. ഓക്കെ, തിയറം 2.7 പറയുന്നത് an edge E of a graph G is a bridge if and only if E is not a part of any cycle in G. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്. ഒരു എഡ്ജ് ബ്രിഡ്ജ് ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കട്ട് എഡ്ജ് ആവണമെന്നുണ്ടെങ്കിലുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് E ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എനി സൈക്കിൾ ഇൻ G. E എന്ന് പറയുന്നത് ഒരു സൈക്കിളിൻ്റെ ഭാഗമാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ E എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ബ്രിഡ്ജ് ആയിരിക്കും എന്നാണ് പറയുന്നത്. തിയറം 2.8 ലെറ്റ് G be a connected graph, then G is a tree if and only if every edge of G is a bridge, that is for every edge E of G, G minus E has 2 components. G എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. അങ്ങനെയാണെങ്കിൽ G ട്രീ ആവണമെങ്കിൽ എന്ത് വേണം, സൈക്ലിക്കും കൂടെ ആവണ്ടേ. അപ്പോൾ ഇതിൽ പറയണത് then G is a tree if and only if every edge of G is a bridge. ഓക്കെ, അപ്പോൾ G ട്രീ ആണോ നോക്കാൻ എല്ലാ എഡ്ജുകളും കട്ട് എഡ്ജ് ആയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ട്രീസിലും ചെക്ക് ചെയ്യാം. ട്രീസിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാ എഡ്ജസും കട്ട് എഡ്ജസ് ആയിരിക്കും. തിരിച്ച് എല്ലാ എഡ്ജസും കട്ട് എഡ്ജസ് ആണെങ്കിൽ അതൊരു ട്രീയും ആയിരിക്കും. ഓക്കെ, അതായത് G ഒരു ട്രീ ആണെന്നുണ്ടെങ്കിൽ ജിയിലത്തെ ഏത് എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും 2 കമ്പണൻസ് ആയിട്ട് ഇത് മാറും എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ദെൻ തിയറം 2.9 G ഒരു ഗ്രാഫ് വിത്ത് n vertices and q edges, then G has at least n minus W of G edges, that is Q is greater than or equal to n minus W of G. ഓക്കെ, G ഒരു ഗ്രാഫാണ്, n വെർട്ടെക്സ് ആണുള്ളത്, Q എഡ്ജസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ Gക്ക് then G has at least
n minus w of g edges. That is q is greater than or equal to n minus w of g എന്നാണ്. And then corollary 2.10, a connected graph G with n vertices has at least n minus 1 edges. In other words, a graph with n vertices and less than n minus 1 edges cannot be connected. അതായത് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് ജി എന്ന് വിചാരിക്കും, അതിൽ n വെർട്ടെക്സ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന് അറ്റ്ലീസ്റ്റ് മിനിമം അതിന് n മൈനസ് 1 എഡ്ജസ് എങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് n വെർട്ടെക്സിലുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിന് മിനിമം n മൈനസ് 1 എഡ്ജസ് എങ്കിലും ഉണ്ടായിരിക്കും. അതായത് n മൈനസ് 1 എഡ്ജസിനേക്കാൾ താഴെ എഡ്ജസ് വരച്ചതുകൊണ്ട് ആ ഗ്രാഫ് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കണക്റ്റഡ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ n വെർട്ടെക്സ് ആണെങ്കിൽ n മൈനസ് 1 എഡ്ജസ് അവിടെ വന്നേ പറ്റും. ഓക്കെ, ആൻഡ് ദെൻ തിയറം 2.11, let G be a graph with n vertices, then the following statements are equivalent. ഇതും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, എസ് സി ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണ് തിയറം കേട്ടോ. 3 കണ്ടീഷൻസ് ആണ്, അവർ 3 ഇക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. ഒന്നാമത്തത് G is a tree, and the second one is G is an acyclic graph with n minus 1 edges, and the third one is G is a connected graph with n minus 1 edges. ഓക്കെ, എല്ലാ പ്രൂഫുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദെൻ സെക്ഷൻ 2.3, സ്പാനിങ് ട്രീസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു സ്പാനിങ് സബ് ഗ്രാഫ് എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സ്പാനിങ് ട്രീസ് എന്താണെന്നുള്ളതാണ്. സ്പാനിങ് ട്രീസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പാനിങ് സബ് ഗ്രാഫുമായിരിക്കും, ഒരു ട്രീയുമായിരിക്കും. ഓക്കെ, എ സ്പാനിങ് ട്രീ ഓഫ് എ ഗ്രാഫ് ജി ഈസ് എ സ്പാനിങ് സബ് ഗ്രാഫ് ഓഫ് ജി, ദാറ്റ് ഈസ് എ ട്രീ. രണ്ടും കൂടെ ചേർന്നതാണ് സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. K4 വരച്ചിട്ടുണ്ട്. K4ൻ്റെ ഒരു 3 സ്പാനിങ് ട്രീസും അവിടെ വരച്ചിട്ടുണ്ട്. സ്പാനിങ് ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പാനിങ് സബ് ഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 4 വെർട്ടെക്സും, അതായത് മൊത്തം വെർട്ടെക്സ് അവിടെ വേണം, അതിൽ വരുന്ന സബ് ഗ്രാഫാണ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് സൈക്കിളും വരാതെ കണക്റ്റഡ് ആയിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് സ്പാനിങ് ട്രീസ്. അപ്പോൾ K4ൻ്റെ ഒരു 3 സ്പാനിങ് ട്രീസ് അവിടെ വരച്ചിട്ടുണ്ട്. ആദ്യത്തേതിൽ 4 വെർട്ടെക്സ് തന്നെയാണ് വന്നിട്ടുള്ളത്, സോ സ്പാനിങ് ആണ്. പിന്നെ കണക്റ്റഡ് ആണ്, അസൈക്ലിക് ആണ്, ദാറ്റ് ഈസ് എ ട്രീ. ആൻഡ് ദ സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ ക്യാൻ ബി ഓൾസോ സ്പാനിങ് ട്രീസ്. And theorem 2.12, a graph G is connected if and only if it has a spanning tree. അപ്പോൾ ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് അതിനൊരു സ്പാനിങ് ട്രീനെ കണ്ടുപിടിക്കാനും പറ്റും. അതുപോലെ ഗ്രാഫിന് സ്പാനിങ് ട്രീ ഉണ്ടെങ്കിൽ ഗ്രാഫ് കണക്റ്റഡും ആയിരിക്കും. ആൻഡ് തിയറം 2.13, the complete graph Kn has n raised to n minus 2 different spanning trees. ഓക്കെ, കെ എന്ന് പറയുന്ന കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ n വെർട്ടിസസിന് എത്ര സ്പാനിങ് ട്രീസ് വരയ്ക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് ഈ തിയറം പറയുന്നത്. n raised to n minus 2 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസിന് വരയ്ക്കാൻ പറ്റും. ഈ ഡിഫറെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോൺ ഐസോമോർഫിക് എന്നല്ല, പലതരത്തിൽ പേരുകളൊക്കെ മാറ്റി മാറ്റി കൊടുത്ത് വരയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഹോംവർക്കാണ്, K4 വരയ്ക്കുക. അപ്പോൾ K4ന് ഈ തിയറ പ്രകാരം 4 raised to 4 minus 2 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് പോസിബിൾ ആണ്, അതായത് 16 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് പോസിബിൾ ആണ്. അതൊക്കെ ഒന്ന് വരച്ചു നോക്കാം കേട്ടോ, അതൊരു ഹോംവർക്കാണ്. ആൻഡ് നെക്സ്റ്റ് ഹോംവർക്ക് ഈസ് ഡ്രോ K3 ആൻഡ് ഫൈൻഡ് 3 raised to 3 minus 2, that is 3 different spanning trees of K3. അത് കുറച്ച് സിമ്പിളാണ്. ആൻഡ് ദ തേർഡ് ഹോംവർക്ക് ഈസ് ഡ്രോ എ കണക്റ്റഡ് ഗ്രാഫ് ഓൺ 6 vertices ആൻഡ് ഫൈൻഡ് എ സ്പാനിങ് ട്രീ. 6 വെർട്ടെക്സിലുള്ള ഒരു കണക്റ്റഡ് ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ സ്പാനിങ് ട്രീ വരയ്ക്കാം. അപ്പോൾ 6 വെർട്ടെക്സിൽ ഒരു കണക്റ്റഡ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സൈക്കിളൊക്കെ പ്രസൻറ്റ് ആവുന്ന രീതിയിൽ വരയ്ക്കാം കേട്ടോ. സൈക്കിൾസ് വരാം, അതുപോലെ ലൂപ്സ് വരാം, മൾട്ടിപ്പിൾ എഡ്ജസ് വരാം, എല്ലാം വരാം. അതിൽ നിന്ന് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, സ്പാനിങ് ട്രീനെ കണ്ടുപിടിക്കണം. അത് എളുപ്പമാണ്. എന്താ വെച്ചാൽ ലൂപ്സ്, അതുപോലെ മൾട്ടിപ്പിൾ എഡ്ജസ് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് സൈക്കിളൊന്നും വരാത്ത രീതിയിൽ ആവശ്യമില്ലാത്ത എഡ്ജസിനൊക്കെ ഡിലീറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുന്നത് സ്പാനിങ് ട്രീ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു സെക്ഷനിൽ. ആൻഡ് നെക്സ്റ്റ് സെക്ഷൻ ഈസ് സെക്ഷൻ 2.6, കട്ട് വെർട്ടിസസ് ആൻഡ് കണക്ടിവിറ്റി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കട്ട് എഡ്ജിനെ പറഞ്ഞ പോലെ തന്നെ കട്ട് വെർട്ടെക്സും ഉണ്ട്. അതും സെയിം മീനിങ്ങിൽ തന്നെയാണ് വരുന്നത്. കട്ട് എഡ്ജ് എന്ന് പറഞ്ഞാൽ ആ എഡ്ജ് എടുത്ത് കളയുമ്പോൾ നമുക്ക് നിലവിലുള്ള കമ്പണൻസിനേക്കാളും മിനിമം ഒന്നെങ്കിലും ഇൻക്രീസ് ആവും. അതുപോലെ തന്നെയാണ് ഇവിടെ കട്ട് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ആ വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ, വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ അതിനോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള എല്ലാ എഡ്ജുകളും പോകും കേട്ടോ, ഒപ്പം പോകും. അപ്പോൾ ആ വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള സബ് ഗ്രാഫിൽ നിലവിലുള്ള കമ്പണൻസിനേക്കാളും മിനിമം ഒന്നെങ്കിലും ഇൻക്രീസ് ആയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആ വെർട്ടെക്സിന് നമ്മൾ കട്ട് വെർട്ടെക്സ് എന്ന് പറയും. അവിടെ എഴുതിയിട്ടുണ്ട് ഡെഫിനിഷൻ. എ വെർട്ടെക്സ് വി ഓഫ് എ ഗ്രാഫ് ജി ഈസ് കോൾഡ് കട്ട് വെർട്ടെക്സ് ഓർ ആർട്ടിക്കുലേഷൻ പോയിന്റ് ഓഫ് ജി ഇഫ് w of g minus v is strictly greater than w of g.
അതായത് വെർട്ടെക്സ് വി റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ഗ്രാഫിൻ്റെ കമ്പണൻസിൻ്റെ എണ്ണം സ്ട്രിക്ട്ലി ഗ്രേറ്റർ ആയിരിക്കും ഒറിജിനൽ ഗ്രാഫിൻ്റെ കമ്പണൻസിൻ്റെ എണ്ണത്തിനേക്കാളും. ഓക്കെ, ദാറ്റ് ഈസ് വേറെ തരത്തിൽ പറഞ്ഞാൽ എ വെർട്ടെക്സ് ഈസ് എ കട്ട് വെർട്ടെക്സ് ഇഫ് ഇറ്റ്സ് ഡിലീഷൻ ഫ്രം ദ ഗ്രാഫ് ജി ഇൻക്രീസസ് ദ നമ്പർ ഓഫ് കമ്പണൻസ് ഓഫ് ജി ബൈ അറ്റ്ലീസ്റ്റ് 1. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. G1 എന്ന് പറയുന്ന ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ആ ഗ്രാഫിൽ കണ്ടു കഴിഞ്ഞാൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. അതിൽ സെൻറ്ററിലിരിക്കുന്ന 3 എന്ന് പറയുന്ന വെർട്ടെക്സ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള 4 എഡ്ജസ് നമുക്ക് ഡിലീറ്റ് ആവും. ബാക്കി ഉണ്ടാവുക 1, 2 എന്ന് പറയുന്ന എഡ്ജും 4, 5 എന്ന് പറയുന്ന എഡ്ജും ആയിരിക്കും. അതായത് 2 കമ്പണൻസ് ആയിട്ട് നിൽക്കുന്ന സബ് ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഒറിജിനൽ ഗ്രാഫിൽ ഒരു കമ്പണൻ്റേ ഉള്ളൂ. 3 എന്ന് പറയുന്ന വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 കമ്പണൻസ് വരികയാണ്. സോ 3 എന്ന് പറയുന്നത് ഒരു കട്ട് വെർട്ടെക്സ് ആണ്. ഓക്കെ, ഇനി 1 റിമൂവ് ചെയ്താലോ 2 റിമൂവ് ചെയ്താലോ 4 റിമൂവ് ചെയ്താലോ 5 റിമൂവ് ചെയ്താലോ കമ്പണൻസിൻ്റെ എണ്ണം കൂടാനായിട്ട് പോണില്ല. ഓക്കെ, 1 ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ വേറെ ഒരു കട്ട് വെർട്ടെക്സും ഈ ഗ്രാഫിൽ ഇല്ല. ആകെ കൂടെയുള്ള കട്ട് വെർട്ടെക്സ് എന്ന് പറയുന്നത് 3 ആണ്. അടുത്ത എക്സാമ്പിളിൽ G2 എന്ന് പറയുന്ന ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6 വെർട്ടിസസ് പ്രസൻ്റ് ആണ്. അതിൽ ആകെ കൂടെ ഒരാൾ മാത്രമേ കട്ട് വെർട്ടെക്സ് ആയിട്ടുള്ളൂ. അതാണ് റൗണ്ട് ചെയ്തിട്ടുള്ളത്. 2 എന്ന് പറയുന്ന വെർട്ടെക്സ് മാത്രമാണ് കട്ട് വെർട്ടെക്സ് ആയിട്ടുള്ളൂ. കാരണം 2 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1, 4 എന്ന് പറയുന്ന ഒരു കമ്പണൻ്റ് ആവും, 3 എന്ന് പറയുന്ന ഒരു കമ്പണൻ്റ് ആവും, 5, 6 എന്ന് പറയുന്ന ഒരു കമ്പണൻ്റ് ആവും. സോ 3 കമ്പണൻസ് അവിടെ പ്രസൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ വെർട്ടെക്സുകളും റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സബ് ഗ്രാഫിൻ്റെ കമ്പണൻസിൻ്റെ എണ്ണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ G2 എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ നമ്പർ ഓഫ് കമ്പണൻസ് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അപ്പോൾ W ഓഫ് G2 എന്ന് പറയുന്നത് 2 ആണ്. W ഓഫ് G2 മൈനസ് 1, G2 എന്ന് 1 റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും 2 കമ്പണൻസ് ആണ്. G2 എന്ന് 2 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 3 കമ്പണൻസ് ആണ്, നേരത്തെ പറഞ്ഞു. ഇനി 3 റിമൂവ് ചെയ്താലും 4 റിമൂവ് ചെയ്താലും 5 റിമൂവ് ചെയ്താലും 6 റിമൂവ് ചെയ്താലും കിട്ടുന്നതൊക്കെ 2 കമ്പണൻസ് തന്നെയാണ്. അപ്പോൾ നിലവിൽ 2 കമ്പണൻസ് ഉള്ളത് കൊണ്ട് G2ന് 2 കമ്പണൻസ് ഉള്ളത് കൊണ്ട് കമ്പണൻസിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് ആര് ഡിലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ? 2 എന്ന് പറയുന്ന വെർട്ടെക്സിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. സോ ദ ഓൺലി കട്ട് വെർട്ടെക്സ് ഈസ് വെർട്ടെക്സ് 2. ഓക്കെ, അപ്പോൾ 2 ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഗ്രാഫ് എന്നുള്ളതാണ് ഇവിടെ താഴെ കുഞ്ഞൊരു ഭാഗത്ത് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. 1, 4 ഒരു കമ്പണൻറ്റ്, 3 ഒരു കമ്പണൻറ്റ്, 5, 6 ഒരു കമ്പണൻറ്റ്. ആൻഡ് നെക്സ്റ്റ് എക്സാമ്പിളിൽ ഒരു ഗ്രാഫ് 1, 2, 3, 4 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ്. ഇവിടെ നിങ്ങൾക്ക് ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്താലും ഗ്രാഫിൻ്റെ നമ്പർ ഓഫ് കമ്പണൻസ് ഇൻക്രീസ് ആവുന്നതായിട്ട് കാണാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഇവിടെ കട്ട് വെർട്ടെക്സ് ഒന്നും ഇല്ല. ആൻഡ് നെക്സ്റ്റ് എക്സാമ്പിളിൽ 1, 2, 3, 4, 5 5 കട്ട് വെർട്ടെക്സ് അവിടെ പ്രസൻ്റ് ആണ്. അവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. G4 ഹാസ് 5 കട്ട് വെർട്ടിസസ്, നെയിംലി വെർട്ടിസസ് 2, 3, 6, 7 ആൻഡ് 8. ഓക്കെ, അപ്പോൾ 2 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 കമ്പണൻസ് ആവും. നിലവിൽ ഗ്രാഫിന് 2 കമ്പണൻസ് ഉണ്ട്. അപ്പോൾ 2 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 കമ്പണൻസ് ആവും. 6 ഡിലീറ്റ് ചെയ്താലും 3 ആവും. 7 ഡിലീറ്റ് ചെയ്താലും 3 ആവും. 3 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4 കമ്പണൻസ് ആവും. ഓക്കെ, ആൻഡ് 8 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3 കമ്പണൻസ് ആവും. അപ്പോൾ കമ്പണൻസിൻ്റെ എണ്ണം കൂടും ഇവരിൽ ആരെങ്കിലും ഒരാളെ ഡിലീറ്റ് ചെയ്താൽ. സോ ഇവർ 5 പേരും കട്ട് വെർട്ടെക്സ് ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ കട്ട് വെർട്ടെക്സ് പോസിബിൾ ആയിട്ടുള്ള ഒരു ഗ്രാഫിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ ഇത്. ആൻഡ് തിയറം 2.19 അതിൽ പറയണത് ലെറ്റ് വി ബി എ വെർട്ടെക്സ് ഓഫ് ദ കണക്റ്റഡ് ഗ്രാഫ് ജി. കണക്റ്റഡ് ഗ്രാഫിൻ്റെ ഒരു വെർട്ടെക്സ് ആണ് വി. അങ്ങനെയാണെങ്കിൽ വി കട്ട് വെർട്ടെക്സ് ആവാനുള്ള കണ്ടീഷനാണ് പറയണത്. വി ഈസ് എ കട്ട് വെർട്ടെക്സ് ഓഫ് ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ ആർ 2 വെർട്ടിസസ് യു ആൻഡ് ഡബ്ല്യു ഓഫ് ജി ബോത്ത് ഡിഫറെൻറ്റ് ഫ്രം വി സച്ച് ദാറ്റ് വി ഈസ് ഓൺ എവറി UW പാത്ത് ഇൻ ജി. ഓക്കെ, അതായത് വി എന്ന് പറയുന്ന കട്ട് വെർട്ടെക്സ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? വി എന്ന് പറയുന്ന റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഗ്രാഫിൽ കമ്പണൻസിൻ്റെ എണ്ണം കൂടണം എന്നല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഇതിന് വേറെ തരത്തിൽ പറഞ്ഞാണ് ഈ തിയറം. അതായത് വി കട്ട് വെർട്ടെക്സ് ആവണമെന്നുണ്ടെങ്കിൽ 2 വെർട്ടെക്സ് യുവും ഡബ്ല്യുവും പ്രസൻ്റ് ആയിരിക്കണം ആ ഗ്രാഫിൽ. വി അല്ലാതെയുള്ള 2 വെർട്ടെക്സുകൾ സച്ച് ദാറ്റ് യുവിൽ നിന്ന് ഡബ്ല്യുയിലേക്കുള്ള ഏതൊരു പാത്തിലും ഈ പറഞ്ഞ വി ഒരു ഭാഗമായിരിക്കണം. യുവിൽ നിന്ന് ഡബ്ല്യുയിലേക്കുള്ള ഏതൊരു പാത്തിൻ്റെ നടുവിലും ഈ വി എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ടെങ്കിൽ ആ വി എന്ന് പറയുന്ന വെർട്ടെക്സിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ യുവിൽ നിന്ന് ഡബ്ല്യുക്കുള്ള പാത്ത് ഉണ്ടാവില്ല എന്നല്ല അർത്ഥം. എന്ന് പറഞ്ഞാൽ 2 കമ്പണൻസിലായിട്ട് മാറി നിൽക്കും. അത് തന്നെയാണ് ആ തിയറം പറയുന്നത്. ഓക്കെ, ആൻഡ് തിയറം 2.20 ലെറ്റ് G be a graph with n vertices where n is greater than or equal to 2, then G has at least 2 vertices which are not cut vertices.
ഓക്കെ, ജി എന്ന് പറയുന്നത് n വെർട്ടെക്സിലുള്ള ഒരു ഗ്രാഫാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ജിക്ക് മിനിമം 2 വെർട്ടെക്സ് എങ്കിലും കട്ട് വെർട്ടെക്സ് അല്ലാതെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ഹോംവർക്ക്, ഫൈൻഡ് ദ കട്ട് വെർട്ടിസസ് ഇൻ kn, pn ആൻഡ് cn. അതായത് കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ n വെർട്ടിസസിലും പാത്ത് ഓൺ n വെർട്ടിസസിലും സൈക്കിൾ ഓൺ n വെർട്ടിസസിലുള്ള കട്ട് വെർട്ടിസസിനെ കണ്ടുപിടിക്കാം. ഓക്കെ, അത് ശരിക്കും റിസൾട്ട് ആണ്. നിങ്ങൾ കണ്ടുപിടിച്ചത് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഹോംവർക്കായിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വി ഹാവ് എ ഡെഫിനിഷൻ, വെർട്ടെക്സ് കണക്ടിവിറ്റി ഓർ സിംപ്ലി കണക്ടിവിറ്റി. ഒരു ഗ്രാഫിൻ്റെ വെർട്ടെക്സ് കണക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രാഫിൻ്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. എന്താണ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ മിനിമം നമ്പർ ഓഫ് വെർട്ടിസസ് ഹൂസ് ഡിലീഷൻ ലീവ്സ് ഐദർ എ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ഓർ K1. അതായത് ഒരു കണക്റ്റഡ് ഗ്രാഫിനാണ് നമ്മൾ കണക്ടിവിറ്റി പറയുക. അതായത് ജി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കണക്റ്റഡ് ഗ്രാഫാണെന്ന് വിചാരിക്കും. സിമ്പിൾ മീൻസ് നോ ലൂപ്സ് ആൻഡ് നോ മൾട്ടിപ്പിൾ എഡ്ജസ്. ജി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്റ്റഡ് ഗ്രാഫാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ജിയുടെ കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പ ഓഫ് ജി, കെ ഓഫ് ജി എന്നാണ് എഴുതുക, വായിക്കുന്നത് കാപ്പ ഓഫ് ജി എന്നാണ്. കണക്ടിവിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ മിനിമം നമ്പർ ഓഫ് വേർട്ടിസസ് റിക്വയർഡ് such that whose deletion from G leaves either a disconnected graph or K1. അതായത് എത്ര മിനിമം എത്ര വെർട്ടെക്സ് വേണം സച്ച് ദാറ്റ് ആ വെർട്ടെക്സിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവണം അല്ലെങ്കിൽ K1ലേക്ക് റെഡ്യൂസ് ആവണം. ഓക്കെ, എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ G5 എന്ന് പറയുന്നൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ G5 കണക്റ്റഡ് ആണ്, സിമ്പിളാണ്. G5 എത്ര വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രാഫിനെ ഡിസ്കണക്റ്റഡ് ആക്കാൻ പറ്റും എന്നതാണ് മിനിമം എത്ര വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ കട്ട് വെർട്ടെക്സ് പ്രസൻ്റ് ആണെങ്കിൽ ഷുവർ കട്ട് വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിൻ്റെ കമ്പണൻസിൻ്റെ എണ്ണം കൂടും. സോ കാപ്പ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് G5 നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ആ താഴെ വരച്ചിട്ടുള്ളതിലെ രണ്ടാമത്തെ വെർട്ടെക്സ് എന്ന് പറയുന്നത് കട്ട് വെർട്ടെക്സ് ആണ്. സോ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കണക്റ്റഡ് ആവും ഗ്രാഫ്. സോ ഇവിടെ കാപ്പ എന്ന് പറയുന്നത് 1 ആണ് G5. ഓക്കെ, അടുത്ത എക്സാമ്പിൾ G6 നോക്കിക്കഴിഞ്ഞാൽ G6 ഒരു സൈക്കിളാണ്, 5 വെർട്ടെക്സുള്ള ഒരു സൈക്കിളാണ്. അവിടെ നിങ്ങൾക്ക് ഏത് വെർട്ടെക്സ് റിമൂവ് ചെയ്താലും ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവില്ല. ഐ മീൻ സിംഗിൾ ആയിട്ടുള്ള വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കണക്റ്റഡ് ആവില്ല. ദാറ്റ് മീൻസ് കട്ട് വെർട്ടെക്സ് ഒന്നും തന്നെ അവിടെ ഇല്ല. പക്ഷേ 2 എണ്ണം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഇപ്പം അടുത്തടുത്തിരിക്കുന്ന 2 പേരല്ല, ഒന്നിടവിട്ട് 2 പേരെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. സോ കാപ്പ എന്ന് പറയുന്നത് 2 ആണ് അവിടെ. ആൻഡ് അടുത്ത എക്സാമ്പിൾ G7 സെൻറ്ററിൽ ഒരു വെർട്ടെക്സ് ഉണ്ട്, പുറത്ത് 4 വെർട്ടെക്സ് ഉണ്ട്. ഇവിടെ 1 വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവില്ല. 2 വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവില്ല. 3 വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുള്ളൂ. അത് ഏതാണ് ആ 3 വെർട്ടെക്സ് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കും കേട്ടോ. അവിടെ 3 ആണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ആൻഡ് ദെൻ ഒരു നോട്ടാണ്, നമ്മുടെ കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ n വെർട്ടിസസിന് കാപ്പ n-1 ആണ്. അതായത് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ എല്ലാവരും പരസ്പരം അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വെർട്ടെക്സുകൾ ഡിലീറ്റ് ചെയ്താലും ബാക്കിയുള്ള ഗ്രാഫൊക്കെ കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊന്ന് പരമാവധി വെർട്ടെക്സുകൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് n-1 വെർട്ടെക്സിനെ നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി ഒരേ ഒരു വെർട്ടെക്സ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മുടെ K1 എന്ന് പറയുന്നത്, കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 1 വെർട്ടെക്സ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഉള്ള ഗ്രാഫുകൾക്കാണ് നമുക്ക് K1ലേക്ക് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുള്ളൂ. ആ സമയത്ത് നമ്മൾ കാപ്പ Knൻ്റെ കാപ്പ പറയുന്നത് ഈക്വൽ ടു n-1 ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫിന് കാപ്പ എന്ന് പറയുന്നത് n-1 ആണ്. ഇനി എ കണക്റ്റഡ് ഗ്രാഫ് G ഹാസ് kappa of G is equal to 1 if and only if either G equal to K2 or G has a cut vertex. ഓക്കെ, ഒരു കണക്റ്റഡ് ഗ്രാഫ് ജിക്ക് കാപ്പ അതായത് കണക്ടിവിറ്റി 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ അതിനൊരു കട്ട് വെർട്ടെക്സ് ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ അത് K2 ആയിരിക്കും. K2 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 2 വെർട്ടിസസ് ആയിരിക്കും. ആൻഡ് കാപ്പ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണക്ടിവിറ്റി 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ അതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും, അതല്ലെങ്കിൽ അത് K1 ആയിരിക്കും. ഓക്കെ, ആൻഡ് അടുത്തൊരു ഡെഫിനിഷൻ എൻ കണക്റ്റഡ് ഗ്രാഫ്. എൻ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഗ്രാഫ് ജി എൻ കണക്റ്റഡ് വേർ എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എൻ കണക്റ്റഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കാപ്പ ഓഫ് ജി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആയാൽ മതി.
ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കാപ്പ ഇപ്പോൾ സപ്പോസ് 5 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 5ൻ്റെ താഴെ 5 ഉൾപ്പെടെ എത്ര ഇൻഡിജേഴ്സ് ഉണ്ട്? 5 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഗ്രാഫിനെ നമുക്ക് G ഈസ് 5 കണക്റ്റഡ് എന്ന് പറയാം, 4 കണക്റ്റഡ് എന്ന് പറയാം, 3 കണക്റ്റഡ് എന്നും പറയാം, 2 കണക്റ്റഡ് എന്നും പറയാം, 1 കണക്റ്റഡ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫ് 4 കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അതിൻ്റെ കണക്ടിവിറ്റി 4ഓ 4ൽ കൂടുതലോ ആയിരിക്കും എന്നുള്ളത് മാത്രമാണ്. കൃത്യമായിട്ട് നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഒരു നോട്ടായിട്ട് ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. G 1 കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം കാപ്പ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ G കണക്റ്റഡ് ആയിരിക്കുകയും ചെയ്യും, അല്ലേ? കാപ്പ കണക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? G കണക്റ്റഡ് ആണെന്ന് തന്നെയാണ്. G കണക്റ്റഡ് ആണ് ആൻഡ് ഹാസ് അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസ്. കാരണം G ഈസ് 1 കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് കാപ്പ ഓഫ് G ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ മിനിമം 1 വെർട്ടെക്സ് പോരാ, അതിന് അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസ് എങ്കിലും അവിടെ ഉണ്ടായാലാണ് കാപ്പ ഓഫ് Gക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി G 2 കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാപ്പ ഓഫ് G ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ്. അതായത് കണക്ടിവിറ്റി 2ഓ 2ൽ കൂടുതലോ ആയിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ കണക്ടിവിറ്റി 2ഓ 2ൽ കൂടുതലോ ആയിരിക്കും എന്ന് പറഞ്ഞാൽ കണക്ടിവിറ്റി 1 അല്ല എന്നാണ് അർത്ഥം. കണക്ടിവിറ്റി 1 ആവുന്ന എപ്പോഴാണ്? കട്ട് വെർട്ടെക്സ് ഉണ്ടാകുമ്പോഴല്ലേ. അപ്പോൾ G ഈസ് 2 കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തും കൂടെ ആണ്? Gക്ക് കട്ട് വെർട്ടെക്സ് ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോഴും G കണക്റ്റഡ് തന്നെ ആയിരിക്കും, കാരണം കാപ്പ ഓഫ് G ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, G ഡിസ്കണക്റ്റഡ് ആവുന്ന സമയത്ത് കാപ്പ ഓഫ് G 0 ആയിരിക്കുമല്ലോ. അപ്പോൾ അതാണ് അങ്ങനെ. ആൻഡ് ദെൻ ഇൻറ്റേർണലി ഡിസ്ജോയിൻറ്റ് പാത്ത്സിൻ്റെ ഡെഫിനിഷൻ. 2 പാത്തുകൾ, 2ഓ 2ൽ കൂടുതലോ നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ ഞാൻ 2 എണ്ണം വെച്ചിട്ട് പറയുകയാണ്, മിനിമം 2 എണ്ണത്തിനാണ് അത് പറയുന്നത്. 2 പാത്തുകൾ ഇൻറ്റേർണലി ഡിസ്ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അവരുടെ ഇൻറ്റേർണൽ വെർട്ടിസസ് ഒന്നും കോമൺ ആയിട്ടില്ല എന്നാണ്. ഇപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ അവിടെ വരച്ചിട്ടുണ്ട്. യുവിൽ നിന്ന് വിയിലേക്കുള്ള 2 പാത്തുകൾ വരച്ചിട്ടുണ്ട്. മുകളിൽ കൂടെ പോകുന്നത് ആദ്യത്തെ പാത്ത്, താഴത്തെ കൂടെ വരുന്നത് രണ്ടാമത്തെ പാത്ത്. അപ്പോൾ അതിൻ്റെ യുവും വിയും അല്ലാതെ ഈ 2 പാത്തുകൾക്ക് കോമൺ ആയിട്ട് വേറെ വെർട്ടെക്സുകളൊന്നും ഇല്ലെങ്കിൽ we call that paths are internally disjoint. ഇത് 2 പാത്തുകളുടെ കഥയാണ്. ഇതിപ്പോൾ 3 പാത്തുകൾക്ക് നിങ്ങൾക്ക് ഇൻറ്റേർണലി ഡിസ്ജോയിൻ്റ് ആണെന്ന് പറയാം, 4 എണ്ണത്തിനും പറയാം. അവർക്ക് കോമൺ ആയിട്ട് ഇൻറ്റേർണൽ വെർട്ടിസസ് ഒന്നും വരാതിരുന്നാൽ മതി. ഓക്കെ, ആൻഡ് ദെൻ തിയറം 2.21 വിറ്റ്നീസ് തിയറം. ഇതിൽ പറയുന്നത് G എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഗ്രാഫാണ് വിത്ത് അറ്റ്ലീസ്റ്റ് 3 വെർട്ടിസസ്. G ഒരു സിമ്പിൾ ഗ്രാഫാണ്, 3 വെർട്ടിസസ് മിനിമം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ then G is 2 connected if and only if for each pair of distinct vertices U and V of G there are 2 internally disjoint UV paths in G. ഓക്കെ, ഇപ്പോൾ G 2 കണക്റ്റഡ് ആവാൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഒരു കണ്ടീഷനാണ്. എന്താണ്? ഏത് പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് യു വി ഗ്രാഫിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അവർ തമ്മിൽ 2 ഇൻറ്റേർണലി ഡിസ്ജോയിൻറ്റ് UV പാത്ത്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഏത് 2 വെർട്ടെക്സ് എടുത്താലും അവർ തമ്മിൽ ഇൻറ്റേർണലി ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള 2 UV പാത്ത്സ് ഉണ്ടെങ്കിൽ G 2 കണക്റ്റഡ് ആയിരിക്കും എന്നാണ്. ആൻഡ് ദെൻ അതിൻ്റെ ഒരു കൊറോളറി, ലെറ്റ് U and V be 2 vertices of the 2 connected graph G, then there is a cycle C of G passing through both U and V. അത് പറഞ്ഞാൽ യുവും വിയും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 വെർട്ടിസസ് ഫ്രം എ 2 കണക്റ്റഡ് ഗ്രാഫ് G. അപ്പോൾ നമ്മൾ 2 കണക്റ്റഡ് ഗ്രാഫ് Gയുടെ കഥ പറഞ്ഞേ ഉള്ളൂ. 2 കണക്റ്റഡ് ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ഏത് 2 വെർട്ടെക്സ് എടുത്താലും അവർ തമ്മിൽ ഇൻറ്റേർണലി ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള 2 പാത്ത് ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 2 പാത്ത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കിളല്ലേ ഉണ്ടാവുക, യു കൂടെയും വി കൂടെയും പാസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ കൊറോളറി പറയുന്നത്. യുവും വിയും 2 ഡിഫറെൻറ്റ് വെർട്ടിസസ് ആണെങ്കിൽ 2 കണക്റ്റഡ് ഗ്രാഫിലുള്ളത് 2 വെർട്ടിസസ് ആണെന്നുണ്ടെങ്കിൽ അവരെ കൂടെ പാസ് ചെയ്യുന്ന ഒരു സൈക്കിൾ അവിടെ പ്രസൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് കൊറോളറി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്ഷൻസിൽ, മൊഡ്യൂൾ 2ലുള്ള സെക്ഷൻസിൽ പറയുന്നത് കേട്ടോ. അപ്പം നോട്ട്സൊക്കെ എഴുതിയെടുക്കാം. താങ്ക് യു.